ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് വീക്ക്ലി റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഫെബ്രുവരി 5 മുതൽ 11 വരെയുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാൻ ഷഫിൾ ചെയ്ത് ഓൾറെഡി മെഡിറ്റേറ്റ് ചെയ്ത് എല്ലാ കാർഡ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ റീഡിങ്ങിൽ യൂസ് ചെയ്യാൻ പോകുന്ന എല്ലാ കാർഡ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 1, ഇത് പൈൽ നമ്പർ 2, ഇത് പൈൽ നമ്പർ 3. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ഇവിടെ പെലിക്കൺ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് വന്നിട്ട് ഇവിടെ പ്യൂമയാണ്, തേർഡ് വന്നിട്ട് ലയൺ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ക്ലോസപ്പ് കാണണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങളുടെ കാർഡ്സ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് പെലിക്കൺ ആണ്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് വിസ്ഡം, ഫോക്കസ്, സെൽഫ് കെയർ, നർച്ചർ. ഓക്കെ, ഇവിടെ ഈ ഒരു വീക്കിൽ വന്നിട്ട് സെൽഫ് സാക്രിഫൈസിൻ്റെ എനർജി, അതായത് സ്വയം ത്യജിക്കാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടാകാം. അതായത് തനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഓക്കെ, മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുക. ആ ഒരു ഇമോഷനായിട്ട് ചിലപ്പോൾ കുറച്ച് പേര് കണക്ട് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് പാസ്റ്റിലെ എനർജി ആയിരിക്കാം. പാസ്റ്റിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജി നിങ്ങളെ ഇപ്പോൾ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആ ഡിസിഷൻ തെറ്റായിപ്പോയി, റോങ് ആയിപ്പോയി, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ട് കമ്മ്യൂണിറ്റി, സൊസൈറ്റി, ഓക്കെ, നമ്മളുടെ ചുറ്റുമുള്ള എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ നിങ്ങളുടെ ഇൻ്റലിജൻസ്, ബുദ്ധിശക്തി യൂസ് ചെയ്തിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് തരണം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ടീം വർക്ക് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്താ പറയുക നേടാനായിട്ട് ഒരു ടീമിൽ കുറച്ചും കൂടെ ഷൈൻ ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പെലിക്കൺ ബേർഡിനെ കണ്ടിട്ടുണ്ടോ? അത് വന്നിട്ട് അതിൻ്റെ ബീക്ക്, അതിൻ്റെ കൊക്ക് വന്നിട്ട് വളരെ വലുതാണ്. ഓക്കെ, കറക്റ്റായിട്ടുള്ള സ്പോട്ടിൽ പോയിട്ട് എന്താ പറയുക, ആ ബീക്ക് ഉപയോഗിച്ചിട്ട് ഒത്തിരി മത്സ്യങ്ങളെ ഒരുമിച്ച് അതിന് എന്താ പറയുക പിടിക്കാനായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട്, ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ലൈഫിലോട്ട് ഒത്തിരി അവസരങ്ങൾ, ഒത്തിരി അബണ്ടൻസ്, ഓക്കെ, ഒത്തിരി പോസിറ്റീവ് എനർജി കടന്നു വരുന്നുണ്ടാകാം. ഈ ഒരു വീക്കിൽ ആ ഒരു ഇമോഷൻസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, ഒരു അബണ്ടൻറ്റ് എനർജി. പക്ഷേ അതുപോലെ തന്നെ ഒരു ഗ്രീഡിൻ്റെ എനർജി, ഒരു ജലസിയുടെ എനർജി, അത് കുറച്ച് കെയർഫുള്ളാക്കുക. ഓക്കെ, ഗ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാഗ്രഹം. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കത്തില്ല, നിങ്ങളുടെ ചുറ്റുമുള്ള എനർജിയും ആകാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു വീക്കിൽ വന്നിട്ട് ഫാമിലി ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ചും കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അത് ഫോക്കസിൽ ഈ ഒരു വീക്കിൽ വരുന്നുണ്ടാകാം. ഇവിടെ നെക്സ്റ്റ് വന്നിട്ട് സോൾ ലോസ്, ഫോറസ്റ്റ് ടിയേഴ്സ്. സോൾ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുന്ന പോലത്തെ ഒരു എനർജിയാണ്. ഓക്കെ, രണ്ടിലും നമുക്ക് കണ്ണുനീര് കാണാൻ സാധിക്കുന്നുണ്ട്, വിഷമങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് ഈ ഒരു എനർജി ഹീൽ ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അതിൽ കുറച്ച് പേര് സക്സസ്ഫുൾ ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫോറസ്റ്റ് ടിയേഴ്സ്, ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഒത്തിരി മരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ മരങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ മരത്തിനെ കട്ട് ചെയ്യണ സമയത്ത്, ഓക്കെ, അതിനെന്തെങ്കിലുമൊക്കെ വൂണ്ട് വരണ സമയത്ത് അതിൽ നിന്നിട്ട് ഒരു കറ ഇറങ്ങി വരും. ഓക്കെ, റെസിൻ വരും. അത് ആവശ്യത്തിന് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഹാർഡൻ ആവും, കുറച്ചും കൂടെ കട്ടിയാകും. അതിനുശേഷം അത് ടൈം എടുക്കുന്നതാണ്.
ആ ഒരു വൂണ്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു ടൈം ആൻഡ് സ്പേസ് എടുക്കുന്നതാണ് ഹീലിങ്ങിന് വേണ്ടിയിട്ട്. കുറച്ച് പേര് ആ ഒരു എനർജിയിൽ പാസ്റ്റിൽ കുറേ നാളായിട്ട് ഇരുന്നിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ ഡിനൈ ചെയ്യാതിരിക്കുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ തടയാതിരിക്കുക. ആ ഒരു എനർജി നിങ്ങൾ ഫുള്ളി അക്നോളജ് ചെയ്യാനായിട്ട്, ശരിയാണ് എനിക്ക് വിഷമമുണ്ട്, ഓക്കെ, ആ ഒരു ഫീലിങ്സ് ആയിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യുക. പലപ്പോഴും നമുക്ക് പെട്ടെന്ന് സങ്കടം വരും, ദേഷ്യം വരും, പക്ഷെ നമ്മളത് കടിച്ചമർത്തി വെക്കും. പിന്നീട് അത് കുറേ നാളുകൾ അത് കൂട്ടി വെച്ച് പിന്നെ അത് ബലൂൺ പോലെ വീർത്ത് വരും. പിന്നെ എപ്പോൾ തൊട്ടാലും പൊട്ടുന്ന രീതിയിൽ ആയിട്ട് നമ്മൾ ചേഞ്ച് ആകും. അപ്പോൾ കറക്റ്റ് ടൈമിൽ നമ്മളത് ഹീൽ ചെയ്യാത്തത് കൊണ്ടിട്ടാണ് നമ്മൾ അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള എനർജിയിലോട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് പേരോട് ആ ഒരു എനർജി ഈ ഒരു വീക്ക് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം എടുക്കുക. ഓക്കെ, നിങ്ങളത് എന്താ പറയുക, അവോയ്ഡ് ചെയ്ത് കളയാതിരിക്കുക. ചിലപ്പോൾ പലർക്കും പല ടൈമിംഗ് ആയിരിക്കാം. ചിലവർക്ക് പെട്ടെന്ന് ഹീലാവും, ചിലവർക്ക് കുറച്ച് സമയം വേണം. ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് കുറച്ച് പേരോട് ഹീൽ ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. കണ്ടോ, ട്രാൻസ്ഫോം വിത്ത് റേവൺ. ഈ കാർഡിൽ നമുക്ക് 3 ഓഫ് സോഡ്സിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഹാർട്ട് സ്പേസിൻ്റെ എനർജി. അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടിത്തം നിറഞ്ഞ ആ ഒരു മനസ്സാണ്. ലോകത്തെ അത്ഭുതത്തോടു കൂടി നോക്കാനായിട്ട് കഴിയുന്ന ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ്. ഓക്കെ, ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരെന്താണ് ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചിട്ട് ഓവറായിട്ട് വറി ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ മനസ്സ് തുറന്ന് ചിരിക്കാനായിട്ട്, സന്തോഷിക്കാനായിട്ട്, അതുപോലെ തന്നെ ജീവിതത്തിനെ, ലൈഫിനെയൊക്കെ അപ്രോച്ച് ചെയ്തിരുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കുറേയൊക്കെ നിങ്ങൾക്കിവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട്, ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്കിവിടെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട് പല കാര്യങ്ങളുടെയും എന്താ പറയുക, സത്യാവസ്ഥ മനസ്സിലാക്കാനായിട്ട്, ട്രൂത്ത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ചുറ്റും തിരയുന്നുണ്ടെങ്കിൽ അതിന് പകരം കുറച്ചും കൂടെ ഇൻവേർഡായിട്ട്, അതായത് നിങ്ങളോട് തന്നെ ചോദിക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നടന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് ആൻസറാണ് ലഭിക്കുന്നത്? ഈ പെയിൻ, ഈ സഫറിങ്, ഈ വിഷമമൊന്നും നിങ്ങളുടെ ലൈഫിലില്ലെങ്കിൽ നിങ്ങൾ ആരാണ്? ഓക്കെ, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെ നിങ്ങൾക്ക് ഹീലിംഗ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളോട് ഈ ഒരു വീക്ക് വന്നിട്ട് ഒരു ന്യൂ പെർസ്പെക്റ്റീവിൽ, ഒരു ബിഗർ പിക്ചറിൽ നിന്നിട്ട് നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹീലിംഗ് ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് ഫ്ലോ ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ നേടാനായിട്ടും ശ്രമിക്കുക. കുറച്ച് പേർക്ക് പ്രൊഫഷണൽ ഹെൽപ്പായിരിക്കാം. ഒരു ഹീലറെ കണ്ട് ഹെൽപ്പ് നേടേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് നേടാനായിട്ട് ശ്രമിക്കുക. അത് ഒരിക്കലും നിങ്ങളുടെ വീക്ക്നെസ് ആയിട്ട് കരുതാതിരിക്കുക. അതൊരു സ്ട്രെങ്ത്താണ്. ഓക്കെ, പവറാണ്. നമ്മുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് നമ്മളെടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ അതായിട്ട് മുന്നോട്ട് പോകാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് നമുക്ക് റെഡിലി അവൈലബിൾ ആയിരിക്കത്തില്ല, എല്ലാം നമുക്ക് അറിയണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് റിസോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, എന്ത് അറിവാണ് അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ കയ്യിലുള്ളത്, ഓക്കെ, എന്ത് നോളേജാണ് അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ കയ്യിലുള്ളത്, അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ മനസ്സ് ഓപ്പൺ ചെയ്ത് വെക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ അത് സ്വാഗതം ചെയ്യാനായിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ടിരിക്കുക. കുറച്ച് പേരോട് നിങ്ങളെ നർച്ചർ ചെയ്യാനായിട്ട്, നിങ്ങളെ എന്താ പറയുക, നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, ഓക്കെ, അല്ലെങ്കിൽ ഇത് കുറച്ച് പേർക്ക് നിങ്ങളുടെ സ്കിൽസ് ആയിരിക്കാം, നിങ്ങളുടെ കഴിവുകളായിരിക്കാം, അത് നിങ്ങൾ നർച്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനും ഇതെല്ലാം ചേർന്നിട്ട് നിങ്ങൾ പ്രവർത്തിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹാർട്ട് ഹീലിംഗ് അവൈലബിൾ ആകുന്നതാണ്. ഓക്കെ, ഹീലിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നൈറ്റ് ഓഫ് വാൻഡ്സ്, 3 ഓഫ് സോഡ്സ്, 4 ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേരിവിടെ പവർലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അതായത് നിങ്ങളുടെ കയ്യിൽ പവറില്ല, ശക്തിയില്ല ഒരു തീരുമാനം എടുക്കാനായിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ തന്നെ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായിട്ട് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം.
ഓക്കെ, കുറച്ച് പേര് ഒരു ന്യൂ മെസ്സേജിന്, ഒരു ന്യൂ ഓഫറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ കുറച്ചൊരു നിരാശയുടെ എനർജി, കുറച്ചൊരു വിഷമത്തിൻ്റെ എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ആ ഒരു സോൾ ലോസ്, അതായത് ആത്മാവ് നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ്, നമ്മുടെ പാസ്റ്റിലെ ട്രോമ, പാസ്റ്റിലെ വിഷമങ്ങൾ, ആ ഒരു ആഘാതം ആകമൊത്തം നമ്മളെ ഒന്ന് ആടി ഉലയ്ക്കും. ഓക്കെ, അത് ചിലപ്പോൾ നമ്മുടെ സോളായിട്ടുള്ള കണക്ഷനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് എന്താ പറയുക സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യും. അതായത് ഒരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യും. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നതാണ്, ഒത്തിരി തെറ്റിദ്ധാരണകൾ നമ്മളുടെ ഉള്ളിലുണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് മെയിനായിട്ട് നിങ്ങളുടെ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ആത്മാവ് തിരിച്ചു പിടിക്കണം, ഈ ഒരു സോള് നമ്മൾ തിരിച്ചു പിടിക്കണം. ഓക്കെ, ആ ഒരു പ്രോസസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ 3 of Swordsലും നേരത്തെ പറഞ്ഞ ആ ഒരു ഫിയർ, ആങ്സൈറ്റി, ആ ഒരു വിഷമത്തിൻ്റെ എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഒരു വീക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇങ്ങനത്തെ ഒരു എനർജി കൊണ്ടുതരുന്ന ചില സന്ദർഭങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നുണ്ടാകാം. ആ സമയത്തെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നൈറ്റ് ഓഫ് വോൺസും വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പാഷനായിട്ട് കണക്ട് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുക, അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന കരിയർ പാത്ത് ചിലപ്പോൾ നമുക്ക് സൂട്ടായിരിക്കത്തില്ല. നമ്മളുടെ സോളിന്, നമ്മളുടെ ആത്മാവിന് ചേരുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്കിൽ വന്നിട്ട്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റി, കറക്റ്റായിട്ടുള്ള ആ ഒരു ടീം വർക്കോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇൻഡെസിസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെസിഷൻ എടുക്കാനായിട്ട് കഴിയാത്ത ഒരു സിറ്റുവേഷനാണ്, ഒരു അവസ്ഥയാണ്. ഐ നോ മൈ ഇന്നബിലിറ്റി ടു മേക്ക് എ ഡെസിഷൻ ഹേർട്സ് യു. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. കുറച്ച് പേർക്ക് ഇത് മണി, ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അവിടെ കുറച്ച് പേർക്ക് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ, പാസ്റ്റിലെടുത്ത എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ തെറ്റായി പോയിട്ടുണ്ടാകാം. ഓക്കെ, അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലോസ് ഉണ്ടായിട്ടുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അത് ചിലപ്പോൾ കുറച്ച് പേരെ ഇവിടെ ഡീപ്പായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു ടൈം പീരീഡിൽ. ഓക്കെ, ഇവിടെ ഡിസഗ്രിമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ. ഓക്കെ, ഇമോഷൻ്റെ എനർജിയാണ് ഇവിടെ വന്നിട്ട്. ഓക്കെ, 2 പേര് തമ്മിലുള്ള തെറ്റിദ്ധാരണയുടെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ ഈ ഒരു വീക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ സിറ്റുവേഷൻ, അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ചും കൂടെ എന്താ പറയുക തുറന്ന് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത് കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറിലായിരിക്കാം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം. ഓക്കെ, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു വീക്ക് ശ്രമിക്കുക. സ്പേസ്, ഐ നീഡ് മോർ ടൈം ടു തിങ്ക്. ഇവിടെ കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക, കുറച്ച് സ്പേസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാനായിട്ടാണ് കുറച്ച് പേരോട് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ വന്നിട്ട് 6 of Swordsൻ്റെ എനർജി. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഈ ഒരു പാസ്റ്റിലെ വിഷമത്തിൽ നിന്നിട്ട് ഒരു ഹീലിംഗ് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിലോട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ആ ഒരു എനർജിയിൽ ഹീലിംഗ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് എംപ്രസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, നിങ്ങളുടെ ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലായിരിക്കാം ഇവിടെ ഡിസഗ്രിമെൻറ്റ്, വഴക്കുകൾ ഉണ്ടാകുന്നത്. കുറച്ച് പേർക്ക് ഇത് പൊസിഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുമാകാം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുക.
ഓക്കെ, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുക, അതും ചിലപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ കരിയറിൽ കുറച്ച് പേർക്ക് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും ഇവിടെ അത് ഹീലായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ച് പേരിവിടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പല പല അവസരങ്ങൾ, പല പല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓഫർ തിരഞ്ഞെടുക്കുന്നതായിട്ടും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നേക്കുന്നത്. നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടെ നിങ്ങൾ ബോൾഡായിട്ടുള്ള, കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ഇന്നർ ഹീലിങ്ങും ആകാം. അതായത് നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു വിഷമം ഹീൽ ചെയ്യാനായിട്ട്, റിലേഷൻഷിപ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നിങ്ങൾ ഹീലിങ്ങിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം ഈ ഒരു വീക്കിൽ. താങ്ക് യു. മ്യൂസിക്കൽ ഹീലിംഗ്. ഇവിടെ വന്നിട്ട് നിങ്ങളോട് ഈ ഒരു വീക്ക് മ്യൂസിക്കിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇത് കുറച്ച് പേർക്ക് പാട്ടുകളായിരിക്കാം, കുറച്ച് പേർക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു കാംനെസ് കൊണ്ടുതരുന്ന, നിങ്ങൾക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള എനർജി കൊണ്ടുതരുന്ന മ്യൂസിക്കായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടുതലും നിങ്ങൾ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. കാരണം അതിൽ പ്രത്യേകിച്ചും നമുക്ക് വേർഡ്സിൻ്റെ മീനിങ്, ഓക്കെ, ഇമോഷൻസ് അതൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കത്തില്ല. അപ്പോൾ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് വരാൻ നേരം കുറച്ചും കൂടെ നമ്മൾ ഒരു കാം എനർജിയിലോട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ മ്യൂസിക്കിൻ്റെ എനർജി നിങ്ങളെ ഈ ഒരു വീക്ക് ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വേറെ എന്ത് എനർജിയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളെ ഹീലിങ്ങിന് വേണ്ടിയിട്ട്? താങ്ക് യു. കണ്ടോ, അക്സെപ്റ്റിംഗ് യുവർ സെൽഫ്. നിങ്ങളെ പൂർണ്ണമായിട്ടും സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഇത് ചിലപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ സാഹചര്യങ്ങളായിരിക്കാം. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ നിങ്ങൾ ഡിനൈ ചെയ്യാതിരിക്കുക. കറക്റ്റ് സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വിഷമങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ അക്നോളജ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. ശരിയാണ്, എനിക്ക് വിഷമമുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ പാതി ഹീലിംഗ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മളെപ്പോഴും ഡിനയലിൽ ഇല്ല, എനിക്ക് പ്രശ്നമില്ല, ഞാൻ ബോൾഡാണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ്, അങ്ങനെ പോകുമ്പോഴാണ് ഇത് എന്താ പറയുക, എനിക്ക് സഹിക്കാൻ പറ്റും, അങ്ങനത്തെ ഒക്കെ എനർജിയിലിരിക്കുമ്പോഴാണ് പിന്നെ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളുടെ സിറ്റുവേഷനെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മെൻഡിങ് ബ്രിഡ്ജസ്. ഓക്കെ, മെൻഡിങ് ബ്രിഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിംഗ് ആണ്. എവിടെയൊക്കെ വിട്ടുപോയിട്ടുണ്ടോ, കണ്ണികൾ വിട്ടുപോയിട്ടുണ്ടോ, അത് നിങ്ങൾ മെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ വിട്ടുപോയ കണ്ണികൾ കൂട്ടിച്ചേർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ അകൽച്ച, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് അത് സോൾവ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു വീക്ക് ശ്രമിക്കാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, കുറച്ച് പേർക്ക് ഗിഫ്റ്റ്സ് ആയിരിക്കാം. ഓക്കെ, അത് കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്താണ്, ആ ഒരു ഗിഫ്റ്റ് സ്വീകരിക്കുമ്പോൾ അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്, ഓക്കെ, അതിൽ വ്യക്തത വരുത്താനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ് എന്താ നോക്കാം. ഫയൽ നമ്പർ 1 ബ്ലെസ്സിങ് എന്താണ് ഈ ഒരു വീക്കിൽ? താങ്ക് യു. ഫയൽ നമ്പർ 1 ബ്ലെസ്സിങ് എന്താണ് ഈ ഒരു വീക്കിൽ? താങ്ക് യു. Magical crystal cave. Switch on your inner light. Bring forward your gifts. ഓക്കെ, ഇവിടെ വന്നിട്ട് എൻലൈറ്റ്മെൻറ്റിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു വെളിച്ചം നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്.
ഓക്കെ, നമ്മൾ പലപ്പോഴും നമുക്ക് ആൻസേഴ്സ് ലഭിക്കാതെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് കുറേ നാളായിരിക്കും. പക്ഷെ പിന്നെ ഒരു മൂമെൻറ്റിൽ, നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു മൂമെൻറ്റിൽ നിങ്ങൾക്ക് ഒരു ആൻസർ ലഭിക്കുന്നതാണ്, ഒരു ആഹാ മൂമെൻറ്റ് സംഭവിക്കുന്നതാണ്, ഒരു എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിലോട്ട് ലൈറ്റ് കടന്നു വരുന്നതാണ്, ഒരു സൊല്യൂഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു ബ്ലെസ്സിങ് എനിക്ക് ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ഗിഫ്റ്റ്സ് പുറത്തെടുക്കാനായിട്ട് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്പർ 3 വന്നിട്ട് കുറച്ചും കൂടെ കമ്മ്യൂണിറ്റി ആയിട്ട്, കുറച്ചും കൂടെ നിങ്ങളുടെ സൊസൈറ്റി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ്. ഓക്കെ, അവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാനായിട്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്, ഓക്കെ, നിങ്ങൾക്ക് കുറേ നാളായിട്ട് സൊസൈറ്റിയിൽ നിന്നിട്ട് വിട്ടു നിൽക്കുന്നു, അവരായിട്ട് മിങ്കിൾ ചെയ്യാൻ സാധിക്കുന്നില്ല, ഓപ്പൺ ആകാൻ സാധിക്കുന്നില്ല, അങ്ങനത്തെയൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ ഈ ഒരു വീക്ക് കുറച്ചും കൂടെ ആ ഒരു പോർട്ടൽ ഇവിടെ ഓപ്പൺ ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ എൻറിച്ച് ചെയ്യുന്നതാണ്, കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് മാറ്റുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ് എന്താണ്? പൈൽ നമ്പർ 1ൻ്റെ ബ്ലെസ്സിങ് എന്താണ് ഈ ഒരു വീക്ക്? താങ്ക് യു. പൈൽ നമ്പർ 1 blessing. Your dreams need a practical plan. ഓക്കെ, ഈ ഒരു വീക്കിൽ വന്നിട്ട് നിങ്ങളുടെ അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് മണി, ഫിനാൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ നിങ്ങൾ സ്റ്റക്കായി പോയിട്ടിരുന്നിട്ടുണ്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള സ്റ്റെപ്സ്, പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻഗണന കൊടുക്കുന്നതായിട്ട് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയൊരു ഫാക്ടർ, ചെറിയൊരു കാര്യമായിരിക്കാം ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. അത് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു കാര്യം, ആ ഒരു വിഷ് ഫുൾഫില്ലായിട്ട് വരുന്നതായിട്ടും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മണി, ഫിനാൻസ്, അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഹീലിംഗ്. കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കടുംപിടുത്തം പിടിച്ചിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, വിട്ടുകൊടുക്കാൻ പറ്റാതിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വീക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒരു ബാലൻസിലോട്ട് വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾക്കുള്ള കാർഡ്സ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് പ്യൂമയാണ്. ഓക്കെ, പ്യൂമ വന്നിട്ട് നമുക്കറിയാം ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു ആനിമലാണ്. ഓക്കെ, ലയൺ, ടൈഗർ, ഓക്കെ, ആ ഒരു വർഗത്തിൽപ്പെട്ട ആനിമലാണ്. അതുപോലെ തന്നെ പ്യൂമയുടെ ക്വാളിറ്റി വന്നിട്ട് സ്ട്രെങ്ത് ആണ്, അതുപോലെ തന്നെ പേഷ്യൻസ് ആണ്. സമാധാനപരമായിട്ട് കാര്യങ്ങളെ നിരീക്ഷിച്ച് കൈകാര്യം ചെയ്യുക, ആവശ്യമുള്ള സമയത്ത് സ്ട്രെങ്ത് എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പേര് ഈ ഒരു വീക്ക് നിങ്ങൾക്ക് മണ്ഡല ഡ്രോയിങ്സ് ഒക്കെ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ഒത്തിരി ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് ഡ്രോയിങ് അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് പവർ, ഡിസയർ, ഹീലിംഗ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു വീക്ക് നിങ്ങൾ കുറേ കൂടെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പവർ ആഗ്രഹിക്കുന്നുണ്ടാകാം. ഓക്കെ, ഇത് കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറിലൊരു പവർ ആയിരിക്കാം, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഫാമിലി ലൈഫിലായിരിക്കാം, കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്സിലായിരിക്കാം. ഓക്കെ, അവിടെയെല്ലാം ഒരു പവർ, ഒരു ശക്തി നിങ്ങൾ ഈ ഒരു വീക്ക് ആഗ്രഹിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഡിസയർ വന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ഡിസയേഴ്സ്, ഒത്തിരി ആഗ്രഹങ്ങൾ അടക്കി വച്ചേക്കുന്നതായിട്ടും എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അത് ഹീലിംഗ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന എനർജിയും ആകാം. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഹീൽ ചെയ്യണം എന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടാകാം. റിലേഷൻഷിപ്പ് ഹീലിംഗ് ആയിരിക്കാം കുറച്ച് പേർക്ക്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് പവർ, ഡിസയർ, ഹീലിംഗ്. കണ്ടോ, നമ്പർ 41 വാരിയർ വുമൺ. എഗെയിൻ ഈ സെയിം എനർജി തന്നെയാണ്, പവർഫുൾ ആയിട്ടുള്ള എനർജി. ഓക്കെ, എല്ലാത്തിനും റെഡി ആയിട്ട് നിൽക്കുന്ന എനർജി. യുദ്ധമാണോ എങ്കിൽ ഞാൻ റെഡി,
ഹൃദയം എന്താ പറയുക, ലവ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തും റെഡി. ഓക്കെ, അപ്പോൾ കുറച്ച് പേരിവിടെ സണ്ണിൻ്റെ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് പേര് പവർഫുള്ളായിട്ടുള്ള ഒരു മാറ്റത്തിന്, ഒരു ചേഞ്ചിന് ഈ ഒരു വീക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. ഓക്കെ, ഒത്തിരി യെല്ലോ എനർജി, കോൺഫിഡൻസിൻ്റെ എനർജി, പോസിറ്റീവായിട്ടുള്ള എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൈറ്റ് ഓഫ് ഔൾ. ഓക്കെ, ഔൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂങ്ങയാണ്. മൂങ്ങയ്ക്ക് കുറച്ചും കൂടെ നൈറ്റിലാണ് കുറച്ചും കൂടെ വിഷൻ കുറച്ചും കൂടെ ക്ലിയർ ആകുന്നത്. അപ്പോൾ കുറച്ച് പേരോട് ഈ ഒരു വീക്കിൽ നിങ്ങളുടെ നൈറ്റ് ടൈം കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. ഇത് വന്നിട്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ ഐസൈറ്റ്, കുറച്ച് പേർക്ക് നിങ്ങളുടെ കണ്ണുകളുടെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവിടെ കറക്റ്റായിട്ട് ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ മെഡിസിൻസ് എടുക്കാനായിട്ട്, അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കണ്ണുകൾ കുറച്ചും കൂടെ സംരക്ഷിച്ച് നിർത്താനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഇത് കണ്ണുകളല്ലെങ്കിൽ ക്യാമറ, ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്കിൽ വന്നിട്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രൂത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് മനസ്സിലാകുന്നുണ്ടാകാം. ഓക്കെ, എന്തെങ്കിലും സത്യം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ഒരു വീക്ക് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ടാകാം. നിങ്ങൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് തുറന്നു വരുന്നതായിട്ട് എനിക്കൊരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് ചുറ്റും ഒരു എന്താ പറയുക, ഒരു ശ്രദ്ധ, ഒരു കണ്ണുണ്ടായിരിക്കുക എന്ന് പറയില്ലേ, ആ ഒരു എനർജിയാണ്. കുറച്ചുകൂടെ കെയർഫുള്ളാകുക. ബാലൻസ്. ഇവിടെ വന്നിട്ട് ഇത് മൂണിൻ്റെ എനർജി, ഇത് സണ്ണിൻ്റെ എനർജി. ഇവിടെ നമുക്ക് സൺ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് കുറച്ചും കൂടെ നൈറ്റ് എനർജിയാണ്. അപ്പോൾ മൂണായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ്. അപ്പോൾ ഈ ഒരു വീക്ക് കുറച്ചും കൂടെ ബാലൻസ് കൊണ്ടുവരാനായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഫെമിനിൻ സൈഡിലും കുറച്ചും കൂടെ മാസ്കുലിൻ സൈഡിലും ബാലൻസ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ ഒരു വീക്ക് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഹീലിങ്ങും ആകാം ഇവിടെ ആവശ്യപ്പെടുന്നത്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ സെയിം എന്താ പറയുക, ജെൻഡറിലുള്ള ആൾക്കാരുമായിട്ടുള്ള എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അവിടെ നിങ്ങൾക്ക് മെൻ്റലി എന്തെങ്കിലുമൊക്കെ ട്രോമ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് അവിടെ ഒരു എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് നീക്കി കഴിയുമ്പോഴും കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ഹീലിംഗ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ലവേഴ്സ് വന്നിട്ടുണ്ട്. ലവേഴ്സ് ആൻഡ് വാരിയർ വുമൺ. ഡെവിൽ. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ അഗെയിൻ കണ്ടോ, സെയിം എനർജി തന്നെയാണ്, ഫെമിനിൻ ആൻഡ് മാസ്കുലിൻ. പക്ഷേ ഇവിടെ വന്നിട്ട് സ്നേഹത്തിൻ്റെ എനർജിയാണ്, പോസിറ്റീവ് എനർജിയാണ്, ഹീലിങ്ങിൻ്റെ എനർജിയാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടെ അഡിക്ഷനാണ്. ഓക്കെ, കുറച്ചും കൂടെ ഡാർക്ക് സൈഡാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെയും സൺ കാണാൻ സാധിക്കുന്നുണ്ട്, പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും. ഓക്കെ, രണ്ടും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുക. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ന്യൂ ബിഗിനിങ്, ന്യൂ സ്റ്റാർട്ട്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ കൺട്രോൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഓവറായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് തൻ്റെ കീഴിൽ അഗെയിൻ ആ പവറിൻ്റെ എനർജിയാണ് എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളിത് ബിസിനസ് അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കാണുന്നതെങ്കിൽ അവിടെ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, രണ്ടു പേർക്കും ഈക്വൽ ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, ഒരുപോലത്തെ ചാൻസസ് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു വീക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ, എന്തെങ്കിലുമൊക്കെ മറഞ്ഞിരിക്കുന്നതായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചും കൂടെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു എനർജി വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല. നൈറ്റ് എനർജി വന്നിട്ട് നമുക്ക് ക്ലിയർ വിഷൻ ഇല്ല,
കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. മറഞ്ഞിരിക്കുന്ന എനർജി ആയിരിക്കാം, നിങ്ങളിൽ ഹിഡൻ ആയിട്ടിരിക്കുന്ന എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം, നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് അറിവുണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുക. ഓക്കെ, ഈ ഡെവിൽ വന്നിട്ട് എഗെയിൻ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ കൺട്രോൾ ഇഷ്യൂസ്, എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഗ്യാസ് ലൈറ്റിംഗ് എനർജി ആയിരിക്കാം, നിങ്ങളറിയാതെ നിങ്ങൾക്കെതിരെയായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന എനർജി ആയിരിക്കാം. ഓക്കെ, അത് കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ചിലപ്പോൾ അതെല്ലാം നേരിടാനായിട്ടായിരിക്കാം നിങ്ങളിവിടെ ഈ ഒരു സ്ട്രോങ് വാരിയർ വുമണായിട്ട് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് പേർക്ക് ഇതിനെക്കുറിച്ചിട്ട് ചെറിയ അറിവുണ്ടാകാം. അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ അതിനെ ഫേസ് ചെയ്യാനായിട്ട് ബോൾഡായിട്ട് നിൽക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് പ്രശ്നമാണെങ്കിലും ബാലൻസിലിരുന്നിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും എടുക്കുന്ന ഡിസിഷൻ ചിലപ്പോൾ ഈ ഒരു പ്രാവശ്യം കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ചിന്തിച്ചിട്ട് പുതിയ രീതിയിലൊക്കെ നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇൻസെപ്പറബിൾ, അവർ ലവ് ഇസ് ഓൾവേസ് ദെയർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇൻസെപ്പറബിൾ വന്നിട്ട് പിരിയാൻ പറ്റാത്ത ഒരു എനർജിയാണ്. ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഒത്തിരി ദൂരെയാണെങ്കിലും ചിലപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാകില്ല, എന്നാലും ആ ഒരു സ്നേഹം, ആ ഒരു പോസിറ്റിവിറ്റി അവിടെ നിലനിർത്തുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒത്തിരി നാൾ മുമ്പ് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം, ഒരു പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേരിവിടെ എന്തെങ്കിലുമൊക്കെ ജോയിൻ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട്, ജോയിൻ്റായിട്ട് ചേർന്നിട്ട് രണ്ടുപേരും ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം, മണി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് കൊണ്ടുവരാനായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു എനർജിയാണ്. റണ്ണർ, ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനി മോർ. ഓക്കെ, ഇവിടെ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങളുടെ കരിയർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, ഒരു പ്രൊജക്റ്റിൽ നിന്ന് അടുത്തത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഈ ഒരു വീക്ക് നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് തിങ്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് പ്രശ്നങ്ങളിൽ നിന്നിട്ട് ഒളിച്ചോടാനായിട്ട് നിങ്ങൾ ഇനി ശ്രമിക്കില്ല, ആ ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും നിങ്ങളുടെ കരിയറിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേരിവിടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് റിസൾട്ട് കൊണ്ടുതരുന്നില്ല, ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കരിയർ ഗ്രോത്ത് താഴോട്ടാണ്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് താഴോട്ടാണ്. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് അവിടെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, ഓക്കെ, ആ ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു പുതിയ എനർജിയിലോട്ട് കടക്കാനായിട്ടും കുറച്ച് പേര് ഈ ഒരു വീക്ക് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, ഷാഡോ സൈഡ്, യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. ഓക്കെ, ഷാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നിഴലാണ്. ഓക്കെ, ഈ ഒരു പെൺകുട്ടി വന്നിട്ട് ചുറ്റും ഇരുട്ടാണ്, പക്ഷേ ഈ ഒരു വെളിച്ചം, ഓക്കെ, ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന എനർജിയാണ്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങളുടെ കുറവുകൾ മനസ്സിലാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വീക്ക് എന്തെങ്കിലുമൊക്കെ അത് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒരു ഷാഡോ സൈഡ് ചിലപ്പോൾ പുറത്ത് വരുന്നുണ്ടാകാം, നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ വന്നിട്ട് പേജ് ഓഫ് പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ,
ഇവിടെ നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടെ ഒത്തിരി മൗണ്ടൻസ്, ഒത്തിരി ബ്ലോക്കേജൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ മുന്നോട്ട് ധൈര്യമായിട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിലും അത് നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുന്നതാണ്. അതിനുള്ള വിസ്ഡം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ ബുദ്ധിശക്തി നിങ്ങളെ നയിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ട് 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. എഗെയിൻ ഇവിടെ നമുക്കൊരു ഷിപ്പ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു 4 ഓഫ് കപ്സിൻ്റെ എനർജി, അതായത് പാസ്റ്റിൽ എടുത്ത തീരുമാനങ്ങളായിരിക്കാം, നഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിനോടും താല്പര്യം ഇല്ലാതിരിക്കുക, കരിയറിൽ നിങ്ങൾ അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, എന്തുമായിക്കോട്ടെ, നിങ്ങൾ കുറേ നാളായിട്ട് അതിൽ നിന്നെല്ലാം മാറണം, കുറച്ചും കൂടെ പോസിറ്റീവായിട്ടിരിക്കണം. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു വീക്ക് പോസിബിൾ ആകുന്നതാണ്. ഒത്തിരി മാറ്റം, ഒത്തിരി മൂവ്മെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് ഒരു ന്യൂ ഡയറക്ഷനിലോട്ട്, പുതിയൊരു പാതയിലോട്ട് സഞ്ചരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ ട്രിപ്പ്, എന്തെങ്കിലുമൊക്കെ ബിസിനസ് ട്രിപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ട് 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്, സറണ്ടറിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഈ ഒരു പെൺകുട്ടി ഈ ഒരു മാസ്കുലിൻ ഫിഗറിൻ്റെ മുന്നിൽ സറണ്ടർ ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങളൊരു വ്യക്തിയെ മാറ്റാനായിട്ട് ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടാകാം. ഓക്കെ, ഒത്തിരി തവണ നിങ്ങൾ ചാൻസസ് കൊടുത്തിട്ടുണ്ടാകാം, പക്ഷെ നിങ്ങൾ തോറ്റു പോകുന്നതായിട്ട് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് എപ്പോഴും പറഞ്ഞിട്ട് എപ്പോഴും ജയിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറബിൾ ആകാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നുണ്ടാകാം. ആ ഒരു എനർജിയിൽ കുറച്ച് പേര് ഫെഡപ്പായിട്ട് നിൽക്കുന്നതായിട്ട് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫ്ലോസ്, നിങ്ങളുടെ കുറവുകൾ നിങ്ങളെ മനസ്സിലാക്കി തരുന്ന എനർജിയും ആകാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ കുറച്ചും കൂടെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന എനർജിയും ആകാം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഇവിടെ പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടെ ഒബ്സർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലവ് റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടെ കാര്യങ്ങളെ കുറച്ചും കൂടെ വീക്ഷിക്കാനായിട്ട്, കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഓവറായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു ചെറിയ ആക്ഷൻ കൊണ്ടിട്ട് ഓവറായിട്ട് നിങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ കാണുന്ന കാര്യമായിരിക്കത്തില്ല സത്യം, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ്, നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വീക്ക് ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യണം നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 2, forgiving yourself. നിങ്ങളോട് ക്ഷമിക്കുക, നിങ്ങളോട് പൊറുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ഓവർ ജഡ്ജ്മെൻ്റലായിട്ടുള്ള എനർജിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ്, എന്ത് ഹീലിംഗ് എനർജി ആയിട്ട് കണക്ട് ചെയ്യണം? സ്റ്റേയിങ് ഫോക്കസ്ഡ്, കുറച്ചും കൂടെ ഫോക്കസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ഓക്കെ, ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകാതിരിക്കുക. ഈ ഒരു വീക്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓരോ മൂവ്മെൻറ്റ്സും ഓരോ കാര്യങ്ങളും ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. സ്റ്റാൻഡിങ് അപ്പ് ടു വാട്ടേഴ്സ് റൈറ്റ്. സത്യം എന്താണോ, നീതി എന്താണോ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിലപാടുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. സത്യത്തിൻ്റെ കൂടെ നിൽക്കാനായിട്ട് അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ചോയ്സസ് എടുക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു വീക്ക് ശ്രമിക്കുക. താങ്ക് യു. നെക്സ്റ്റ്, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 2യുടെ ബ്ലെസ്സിങ്സ് എന്താണ്? താങ്ക് യു. പൈൽ നമ്പർ 2യുടെ ബ്ലെസ്സിങ്സ് എന്താണ്? കോസ്മിക് റെയിൻബോ. ലുക്ക് ഫോർ എ പോട്ട് ഓഫ് ഗോൾഡ്, accept joy.
ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അബണ്ടൻസ് എനിക്ക് ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം. ഇവിടെ നമുക്ക് ഗോൾഡ് കോയിൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ടുള്ള ബ്ലെസ്സിങ് ഓൾറെഡി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രോഫിറ്റ്, ഓക്കെ, ആ ഒരു ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹാപ്പിനെസ്, സന്തോഷം, അതെല്ലാം ഈ ഒരു വീക്ക് അനുഭവിക്കാനായിട്ടുള്ള ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ്, എന്തെങ്കിലുമൊക്കെ കാർമ്മികങ്ങൾ, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് മാറുന്നതായിട്ട് എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഹാർമണി, സന്തോഷം, ഓക്കെ, പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടും അതിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടും എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് വന്നിട്ട് ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, മെയിനായിട്ട് മ്യൂസിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി പോസിറ്റിവിറ്റി, ഒത്തിരി ബ്ലെസ്സിങ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചും കൂടെ റീച്ച് കിട്ടുന്നതായിട്ട്, ഓക്കെ, കുറച്ചും കൂടെ ആൾക്കാർ അതിനെ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. പാനൽ നമ്പർ 2 ബ്ലെസ്സിങ്. എ വിൻ ഔട്ട്കം ഇസ് ഫോർകാസ്റ്റ്, ഫുൾ മൂൺ ഇൻ ലിബ്ര. ഇവിടെ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതാണ്. നിങ്ങൾ സത്യത്തിൻ്റെ, നന്മയുടെ പാത, ഓക്കെ, അത് പിന്തുടർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് കുറച്ച് പേർക്ക് ജസ്റ്റിസിൻ്റെ എനർജിയുമാണ്. നിങ്ങൾ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കർമ്മം നിങ്ങൾക്ക് ഈ ഒരു വീക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ലീഗലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. കോർട്ട്, എന്തെങ്കിലുമൊക്കെ പേപ്പർ സൈൻ ചെയ്യുക, ഓക്കെ, എന്തെങ്കിലും കോൺട്രാക്ട്സ്, ഓക്കെ, അതെല്ലാം ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ, നിങ്ങളുടെ വിഷൻ പ്രകാരം നിങ്ങൾ എന്തെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ അത് ഈ ഒരു വീക്ക് പ്രാവർത്തികമാകുന്നതായിട്ട്, അല്ലെങ്കിൽ അതിലൊരു പോസിറ്റീവ് ഔട്ട്കം നിങ്ങൾക്ക് ഈ ഒരു വീക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് വന്നിട്ട് ഒരു വിജയം, സക്സസ്, പോസിറ്റിവിറ്റി, അതെല്ലാമാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ ലൈറ്റ് സൈഡും നിങ്ങളുടെ ഷാഡോ സൈഡും, ഓക്കെ, അത് നിങ്ങൾ ഈ ഒരു വീക്ക് കുറച്ചും കൂടെ ബാലൻസിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അതായത് ഇതാണ് എൻ്റെ പോസിറ്റീവ് സൈഡ്, ഇത് ഞാൻ സ്വീകരിക്കുന്നു, അതുപോലെ തന്നെ ഇതാണ് എൻ്റെ നെഗറ്റീവ് സൈഡ്, ഡ്യുവാലിറ്റി. അതിൽ കുറച്ച് പേര് കുറച്ചും കൂടെ ഒരു അക്സെപ്റ്റൻസിലോട്ട് വരുന്നതായിട്ട്, അത് മനസ്സിലാക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾക്കുള്ള കാർഡ്സ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ലയൺ സ്പിരിറ്റ് ആണ്. ഓക്കെ, ലയൺ സ്പിരിറ്റ് വന്നിട്ട് സ്ട്രെങ്ത് ആണ്, കറേജിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ലീഡർഷിപ്പിൻ്റെ എനർജിയാണ്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് കറേജ്, സ്ട്രെങ്ത്, ഹീലിംഗ്, പ്രൊട്ടക്ഷൻ, ലൈഫ് എനർജി. കുറച്ച് പേര് ഈ പറഞ്ഞ ഇമോഷൻസിൽ കൂടെ, ഈ പറഞ്ഞ എനർജീസിൽ കൂടെ നിങ്ങൾ ഈ ഒരു വീക്ക് കടന്നു പോകുന്നുണ്ടാകാം. അതായത് നിങ്ങളുടെ ലൈഫിൽ പ്രൊട്ടക്ഷൻ കൊണ്ടുവരണം, നിങ്ങളുടെ എനർജി സംരക്ഷിച്ച് നിർത്തണം. നിങ്ങളുടെ ലൈഫിൻ്റെ എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കണ്ടെത്തണം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹീൽ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട്. കുറച്ച് പേര് കറേജിയസ് ആയിട്ട്, ബോൾഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ, നിങ്ങളുടെ പവറിൽ, ഓക്കെ, കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുന്ന ഒരു വീക്കുമാകാം. ഓക്കെ, അപ്പോൾ കുറേ കൂടെ നിങ്ങളുടെ ലൈഫ് എനർജി, നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് എങ്ങനെ ഈ ഒരു വീക്ക് വിനിയോഗിക്കാം, അതിൽ കുറച്ച് പേര് ഫോക്കസ്ഡ് ആയിട്ട് ആ ഒരു ഇമോഷനിൽ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സ്പിരിറ്റ് വീവർ നമ്പർ 34 ആണ് വന്നിരിക്കുന്നത്. നമ്മൾ കൂട്ടുമ്പോൾ 7 വരുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എനർജിയിൽ വന്നിട്ട് കുറച്ചും കൂടെ ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളും സ്പിരിറ്റുമായിട്ട്, നിങ്ങളും യൂണിവേഴ്സായിട്ടുള്ള ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പ്. അതായത് നിങ്ങൾ നിങ്ങളുടെ
പാതി ചെയ്യുന്നു, ഓക്കെ, ബാക്കി ഈശ്വരൻ. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിസൾട്ട്സിനെ കുറിച്ചിട്ട്, ഓക്കെ, അതിൽ എനിക്ക് എന്ത് ലഭിക്കും, എങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ചിട്ട് ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. ഓക്കെ, ഷിഫ്റ്റ്. ഈ ഒരു വീക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം, ഒരു ഷിഫ്റ്റ്, ഇത് കുറച്ച് പേർക്ക് സഡൻ ആയിട്ടുള്ള ഒരു എനർജി ഷിഫ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ഇവിടെ ബട്ടർഫ്ലൈയും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ട്രാൻസ്ഫോർമേഷൻ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളിൽ കൂടെ നിങ്ങൾ ഈ ഒരു വീക്ക് കടന്നു പോകുന്നതാണ്. ഇവിടെ വാട്ടറിൻ്റെ എലമെൻ്റാണ് കാണാൻ സാധിക്കുന്നത്. ഇത് കുറച്ചും കൂടെ നിങ്ങളുടെ ഇമോഷണൽ എനർജി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളിലായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സ്പിരിറ്റ് വീവറിൽ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ചോയ്സസ് എടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു വീക്കിൽ. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള ഹൈ വൈബ്രേഷൻ ആണോ ചൂസ് ചെയ്യുന്നത്, അതല്ല നെഗറ്റീവായിട്ടുള്ള എനർജി എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, എനിക്ക് എപ്പോഴും എൻ്റെ ലൈഫിൽ ബുദ്ധിമുട്ടാണ്, എനിക്ക് ആഗ്രഹമുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി, അതാണോ നിങ്ങൾ വീവ് ചെയ്യാനായിട്ട്, നിങ്ങൾ എന്താ പറയുക, മനസ്സുകൊണ്ട് നെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. കുറച്ച് പേർക്ക് ഇത് ഇമോഷണലി ആയിരിക്കാം. നിങ്ങൾ എന്ത് കാര്യങ്ങൾക്കാണ് ഇമോഷണലി നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അതിൽ കുറച്ചുകൂടെ കെയർഫുൾ ആകുക. നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ റിട്ടേൺ ആയിട്ട് വരണമെങ്കിൽ ഈ ഒരു വീക്കിൽ അതിന് ചേർന്നിട്ടുള്ള ഇമോഷൻസായിട്ട്, അതിന് ചേർന്ന കാര്യങ്ങളായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നതും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഡാർക്ക്നെസ് എഗെയിൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് വന്നിട്ട് കുറച്ചും കൂടെ ലൈറ്റ് സ്പിരിച്വൽ എനർജിയാണ്. ഇത് ഡാർക്ക് സൈഡാണ്. നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടിരിക്കും ഇവിടെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡാർക്ക്നെസ്സിൻ്റെ എനർജി, എന്തെങ്കിലുമൊക്കെ വിഷമം, എന്തെങ്കിലുമൊക്കെ പാസ്റ്റിൽ ഹീൽ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളോട് വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, എഗെയിൻ ഇവിടെ എനിക്ക് ബോഡി മൂവ്മെൻറ്റ്സ് ആണ് കുറേ കൂടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഉള്ളിലിങ്ങനെ എന്താ പറയുക സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേശ്ശെ ആയിട്ട് റിലീസ് ചെയ്യാനായിട്ട് യോഗ, മെഡിറ്റേഷൻ, ഓക്കെ, വാക്കിംഗ്, കുറച്ചും കൂടെ മൂവ്മെൻറ്റ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആ സ്റ്റോർഡ് ആയിട്ടുള്ള ആ ഒരു ഇമോഷൻസ് നിങ്ങളിൽ നിന്നിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാനായിട്ട് കഴിവുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചുകൂടെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഇവിടെ ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കണ്ടോ, ഇവിടെ വന്നിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടേതായ ചോയ്സസ് എടുക്കാനായിട്ട് ഇവിടെ എഗെയിൻ പറഞ്ഞ പോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് പതുക്കെയാണ്, ഷിഫ്റ്റ് പതുക്കെയാണ് സംഭവിക്കുന്നതെങ്കിലും നിങ്ങൾ വറി ചെയ്യാതിരിക്കുക. ചിലപ്പോൾ ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യണ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് മിസ്സായി പോകുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ സമയമെടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ വന്നിട്ട് എംപ്രസിൻ്റെ എനർജിയാണ്. ഓക്കെ, ഇത് വന്നിട്ട് കുറച്ചും കൂടെ അബണ്ടൻ്റ് ആയിട്ടുള്ള എനർജിയാണ്, സമ്പൽ സമൃദ്ധിയുടെ എനർജിയാണ്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഫെമിനിൻ എനർജിയാണ്, ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്. അത് എഗെയിൻ വന്നിട്ട് വാട്ടർ എലമെൻ്റ് ആയിട്ടാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു ഷിഫ്റ്റ്, ഒരു മാറ്റം സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മണിയെ കാണുന്ന രീതി, മണിയെ സമീപിക്കുന്ന രീതി, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന രീതി, ഓക്കെ, അതിലെല്ലാം കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എഗെയിൻ ഇവിടെ ബ്യൂട്ടി, ഓക്കെ, നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ ബ്യൂട്ടിയിൽ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഈ ഒരു സമയം തിരഞ്ഞെടുക്കുന്നുണ്ടാകാം. സെൽഫ് കെയർ റുട്ടീനിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, നിങ്ങളിൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ ഈ ഒരു വീക്ക് ശ്രമിക്കുന്നുണ്ടാകാം. 5 ഓഫ് കപ്സിൻ്റെ എനർജി എഗെയിൻ ഈ ഒരു ഡാർക്ക്നെസ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത്
ഹീൽ ചെയ്യാനായിട്ട്, അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഡാർക്ക്നെസ്സിൻ്റെ എനർജി ഓക്കെ അവിടെ കുറച്ചും കൂടെ ഷിഫ്റ്റ് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു സൈഡ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓവർവെൽഡ്, ദ സ്ട്രെസ് ഫ്രം ദിസ് ഇസ് ഡ്രെയിനിങ് മീ. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്സിൻ്റെ എനർജി കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് മണി, ഫിനാൻസ് ആയിട്ട്, നിങ്ങളുടെ സാമ്പത്തികമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ മണി, ഫിനാൻസിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോയ്സസ് എടുക്കേണ്ടി വരുന്നുണ്ടാകാം. അതിനെക്കുറിച്ചിട്ട് ഓർത്തിട്ടും കുറച്ച് പേർക്ക് ഇവിടെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. റിവീലാണ് വന്നിരിക്കുന്നത്. റിവീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒളിച്ചിരിക്കുന്ന കാര്യങ്ങൾ പുറത്തോട്ട് വരുന്ന എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രൂത്ത് മനസ്സിലാക്കാനായിട്ട്, സത്യം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു വീക്ക് പരിശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ആ ഒരു ട്രൂത്ത് മനസ്സിലാക്കി കഴിയുമ്പോൾ, ആ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് ഓക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, വിട്ടുപോയതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി, വ്യക്തത ലഭിക്കുന്നതാണ് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. എസ്കേപ്പ്, ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. ഇവിടെ എസ്കേപ്പിസത്തിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻ, എന്തെങ്കിലും ബുദ്ധിമുട്ട് നിറഞ്ഞ സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കുറച്ചും കൂടെ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ ഒരു സമാധാനം കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഈ ഒരു വീക്ക് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ വിട്ടുപോയവരുടെ എനർജിയുമാകാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ, ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകാം, എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്, ആർഗ്യുമെൻറ്റ്സ് വന്നിട്ടുണ്ടാകാം. ഓക്കെ, അവിടെ എന്തെങ്കിലുമൊക്കെ വേർപിരിയലുകൾ, നിങ്ങളെ വിട്ടുപോകുക അല്ലെങ്കിൽ നിങ്ങൾ മാറുക, ആ ഒരു എനർജി കൂടെ പാസ്റ്റിൽ പോയിട്ടുണ്ടാകാം. ഓക്കെ, ആ ഒരു എനർജി നിങ്ങൾക്ക് ഇപ്പോഴും വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് അത് ഹീൽ ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ലവേഴ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, ഇവിടെ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജി വന്നിട്ടുണ്ട്. എഗെയിൻ എനിക്കിവിടെ ചിലപ്പോൾ ഇവിടെ രണ്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകാം, രണ്ട് ചോയ്സസ് ഉണ്ടാകാം. ഓക്കെ, അതിൽ ഏത് തിരഞ്ഞെടുക്കണം? ചിലപ്പോൾ രണ്ടും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കാര്യം വന്നിട്ട് നിങ്ങളുടെ പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കാം. പക്ഷേ സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് നിങ്ങളുടെ ഗ്രോത്ത് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, എന്തെങ്കിലുമൊക്കെ വളർച്ചയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ഭൂമി വാങ്ങുക, മണി എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, ഓക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ആ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടാകാം. അതിൽ ഏത് സ്ഥലത്ത് മണി ഇൻവെസ്റ്റ് ചെയ്യണം, എന്ത് കാര്യം ചൂസ് ചെയ്യണം. ഓക്കെ, അതിൽ കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എനർജിയിലിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ പാർട്ട്നേഴ്സായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആണ്, പണം ഇടപാടുകളാണെങ്കിൽ അവിടെ വ്യക്തമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നീട് അവിടെ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ, ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ വരാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇൻ കേസ് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ യോജിച്ച് നിങ്ങൾ നന്നായിട്ട് സംസാരിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം വ്യക്തമാക്കി വെക്കാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഡോക്യുമെൻറ്റ്സ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓർഡറിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സ്ട്രെസ്സിൽ നിന്ന് മാറാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ ഹെർമിറ്റിൻ്റെ എനർജിയാണ്. ഓക്കെ, അഗെയിൻ വന്നിട്ട് ഇവിടെ മൂൺ കാണാൻ സാധിക്കുന്നുണ്ട്. മൂൺ വന്നിട്ട് നൈറ്റ്, ഓക്കെ എന്തെങ്കിലുമൊക്കെ ഹിഡൻ ആയിട്ട് ഇരിക്കുന്ന എനർജി ആയിരിക്കാം. ചിലപ്പോൾ ഈ ഒരു വീക്ക് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഡീപ്പർ ലെവലിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള കരിയർ പാത്തിലാണോ ഉള്ളത്,
അല്ലെങ്കിൽ ഈ ഒരു കരിയർ കൊണ്ടിട്ട് എൻ്റെ ലൈഫിൽ എന്ത് ഗ്രോത്താണ് സംഭവിക്കുന്നത്, ഇനി എൻ്റെ ലൈഫിൽ മുന്നോട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, എവിടെയാണ് ഞാൻ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ആരെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ ഡിസ്കവർ ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വീക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കരിയർ ഡിസിഷൻസ് ഈ ഒരു വീക്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, കൂടുതൽ അറിവ് നേടാനായിട്ട്, അല്ലെങ്കിൽ അറിവുള്ള ഒരു വ്യക്തിയിൽ നിന്നിട്ട് നിങ്ങൾ ആവശ്യമുള്ള ഗൈഡൻസ് നേടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതെല്ലാം യൂസ്ഫുള്ളായിട്ട് വരുന്നതാണ് ഈ ഒരു വീക്കിൽ. ഇവിടെ വന്നിട്ട് സ്റ്റാറാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും സ്ട്രെസ്, എന്തെങ്കിലുമൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ അമർഷം, എന്തെങ്കിലുമൊക്കെ ദേഷ്യം പിടിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനായിട്ട്, അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കുറച്ച് പേർക്ക് വെക്കേഷൻ എടുക്കുന്നത്, ട്രാവൽ ചെയ്യുന്നത്, കുറച്ച് സമയം ഒരു നിങ്ങളുടേതായ സ്പേസിലിരിക്കുന്നത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ടും ശ്രമിക്കുക. താങ്ക് യു. നെക്സ്റ്റ്, നിങ്ങൾ ഈ ഒരു വീക്ക് എന്തെല്ലാം ഹീലിംഗ് എനർജിയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് കൊണ്ടുതരും നോക്കാം. പയൽ നമ്പർ 3, പയൽ നമ്പർ 3, സോഷ്യൽ മീഡിയ ബ്രേക്ക്. നിങ്ങളോട് ഈ ഒരു വീക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് കുറച്ച് സമയം ബ്രേക്ക് എടുക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, പല സംഭവങ്ങൾ, പല ഡിസ്കഷൻസ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടാകാം. അതെല്ലാം നിങ്ങളെ ഒരു ഓവർവെൽമിങ് എനർജിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ടാകാം. അതായത് നിങ്ങൾക്ക് എന്താ പറയുക, താങ്ങാൻ പറ്റാത്ത, ബാലൻസ് ചെയ്യാൻ പറ്റാത്ത, ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത എനർജിയിലോട്ട് പോകുന്നുണ്ടാകാം. അപ്പോൾ കുറച്ച് സമയം അവിടെ നിന്ന് ബ്രേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്ക്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക, ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ബാക്കിയുള്ള സോഷ്യൽ മീഡിയ നിങ്ങൾ സെലക്റ്റീവ് ആകാനായിട്ട് ശ്രമിക്കുക. ഒട്ടും നിങ്ങൾക്കത് ഫുള്ളി ബ്രേക്ക് എടുക്കാൻ സാധിക്കില്ലെങ്കിൽ സെലക്റ്റീവ് ആകാനായിട്ട് ശ്രമിക്കുക. ഹൈ വൈബ്രേഷനുള്ള എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്കിൽ. എന്ത് എനർജി ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹീലിംഗ് ലഭിക്കും? പയൽ നമ്പർ 3, റൂട്ട് ചക്ര ഹീലിംഗ്. ഫസ്റ്റ് ചക്രയാണ് മൂലാധാര ചക്ര. ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളുടെ ചക്ര ബാലൻസിങ്. റൂട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുക. അതുപോലെ തന്നെ കുറച്ചും കൂടെ നേച്ചറായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും നല്ലത് ചെരുപ്പിടാതെ നമ്മൾ കുറച്ച് സമയം മണ്ണിൽ കൂടെ നടക്കാനായിട്ട്, കുറച്ചും കൂടെ പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരാനായിട്ട്, കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ, നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ, അവിടെയെല്ലാം കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്കിൽ വന്നിട്ട്. ഇത് വന്നിട്ട് നിങ്ങളുടെ സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഫിയർ, ആങ്സൈറ്റി, ഓക്കെ, അല്ലെങ്കിൽ അബണ്ടൻസ്, അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം. അത് ഹീൽ ചെയ്യാനായിട്ടും ഈ റൂട്ട് ചക്ര ഹീലിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്, പ്രകൃതിയായിട്ട് കുറേ കൂടെ ഇണങ്ങിച്ചേർന്ന് ജീവിക്കാവുന്നതാണ്. ഓക്കെ, എർത്ത് എലമെൻ്റായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റെഡ് കളർ, ഓക്കെ, റെഡ് കളറിലുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. നെക്സ്റ്റ് എന്താണ്? പ്രാക്ടീസിങ് സെൽഫ് അവെയർനെസ്. ഈ ഒരു വീക്ക് സെൽഫ് അവെയർനെസ്സിൽ ഫോക്കസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പണ്ട് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ, ഈ ഒരു സമയം അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ സെൽഫായിട്ട്, നിങ്ങൾ സ്വയം ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക, അവെയർനെസ് കൊണ്ടുവരിക. ഈ സിറ്റുവേഷനിൽ ഞാൻ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ സമാധാനമായിട്ട് ആലോചിച്ച് ഡിസിഷൻ എടുക്കേണ്ട, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമാണോ ഉള്ളത്? ഓക്കെ, അങ്ങനെ ഓരോ സന്ദർഭങ്ങളും നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണ ബോധത്തോടു കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊരു പ്രാക്ടീസായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് മൂമെൻ്റ് ആയിട്ട് ഇപ്പോഴെന്താണോ ആവശ്യമുള്ളത് അതായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ്, നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ വരുന്ന ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. പയൽ നമ്പർ 3, പയൽ നമ്പർ 3യുടെ ലൈഫിൽ വരുന്ന ബ്ലെസ്സിങ്സ് എന്താണ് ഈ ഒരു വീക്കിൽ? താങ്ക് യു. പയൽ നമ്പർ 3 ബ്ലെസ്സിങ്സ്. റോസ് ഗോൾഡ് കോസ്മിക് പൂൾ.
നമ്പർ 22 ആണ് വരുന്നത്. ബേത്ത് ഇൻ കോസ്മിക് ലവ്, സോക്ക് അപ്പ് വിസ്ഡം. ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി പേരിൽ നിന്നിട്ട് ഒത്തിരി അറിവുകൾ, ഒത്തിരി നോളേജ് നിങ്ങളുടെ ഉള്ളിലോട്ട് സ്വീകരിക്കാനായിട്ട് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഒത്തിരി ആനിമൽ സ്പിരിറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ടൈഗർ ഉണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഒത്തിരി ആനിമൽസ് ഉണ്ട്. ഇവരുടെ എല്ലാം സ്വഭാവങ്ങൾ, ഇവരുടെ എല്ലാം നേച്ചർ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒത്തിരി പേര് കൂടിയിട്ടുണ്ട്. ഈ ഒരു കൂട്ടത്തിൽ എല്ലാവർക്കും അവരുടേതായ യുണീക്കായിട്ടുള്ള കഴിവുകളുണ്ട്, യുണീക്കായിട്ടുള്ള പൊട്ടൻഷ്യലുണ്ട്. ഓക്കെ, അത് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എൻ്റെ ഉള്ളിലെ പൊട്ടൻഷ്യൽ, എൻ്റെ ഉള്ളിലെ സത്യം എന്താണ്, അത് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഹ്യൂമാനിറ്റിയുടെ എനർജി, സ്നേഹത്തിൻ്റെ എനർജി, ഓക്കെ, എല്ലാവരും ആയിട്ട് ചേർന്ന്, കമ്മ്യൂണിറ്റി ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടും കുറച്ച് പേർക്ക് ഇത് ടീം വർക്കായിരിക്കാം. പല പല ആൾക്കാരുടെ ഇൻപുട്ട്, പല പല ആൾക്കാർ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാകാം, ഓരോ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടാകാം. ഓക്കെ, അവരുടെ എല്ലാം നോളേജ്, അവരുടെ എല്ലാം അറിവ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ഓഡിയൻസ് ആയിരിക്കാം. ഓക്കെ, ഓഡിയൻസിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നുണ്ടാകാം. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ് എന്താണ്? പാൽ നമ്പർ 3യുടെ ബ്ലെസ്സിങ് എന്താണ്? താങ്ക് യു. പാൽ നമ്പർ 3 ബ്ലെസ്സിങ്. ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ, ന്യൂ മൂൺ ഇൻ അക്വേറിയസ്. ഇവിടെയും സ്നേഹത്തിൻ്റെ എനർജിയാണ്. ഓക്കെ, ലവിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ സ്നേഹം കൊണ്ടിട്ട് ആ ഒരു എനർജി ഹീൽ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ആ ഒരു ട്രൂ എസെൻസ്, നിങ്ങളുടെ ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള എനർജി, ഓക്കെ, നിങ്ങൾ എന്താണ് ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുമ്പോൾ നിങ്ങളുടെ പല പല ഷെയ്ഡ്സ്, നിങ്ങൾക്ക് തന്നെ അറിയാതെ ഇരിക്കുന്ന പല പല കഴിവുകൾ നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല എനിക്ക് ഇത്രയും സാധിക്കുമോ, ഓക്കെ, എനിക്കിതിന് പറ്റുമോ, നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്ത് കാണത്തില്ല ആ ഒരു എനർജി. ഓക്കെ, അങ്ങനത്തെ പല കാര്യങ്ങളും കുറച്ച് പേർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ്ങും ഈ ഒരു വീക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ട്രൂ കളേഴ്സ്, പല പല കളേഴ്സ് നിങ്ങളുടെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരുടെ എനർജിയും ആകാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.